ഹലോ സ്റ്റുഡൻസ്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും എന്ന ഈ മോഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയബിൾ സ്പീഡ് എയർ കണ്ടീഷണറുകളുടെ ഇൻവെർട്ടർ AC കൺട്രോൾ സർക്യൂട്ട് പരിശോധിക്കുന്നതിനെ കുറിച്ചാണ്. ഒബ്ജക്റ്റീവ്സ്: ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾ ഇവയ്ക്ക് പ്രാപ്തരാകും. ഇൻവെർട്ടർ എയർ കണ്ടീഷനിങ്ങിന്റെ ചില കോമൺ കോമ്പണന്റുകൾ അവലോകനം ചെയ്യാൻ, ഇൻവെർട്ടർ എയർ കണ്ടീഷനിങ്ങിന്റെ കൺട്രോൾ സർക്യൂട്ട് പരിശോധിക്കാൻ, ഇൻവെർട്ടർ എയർ കണ്ടീഷനിങ്ങിന്റെ ഔട്ട്ഡോർ യൂണിറ്റ് മനസ്സിലാക്കാൻ, ഇൻവെർട്ടർ എയർ കണ്ടീഷനിങ്ങിന്റെ ഇൻഡോർ യൂണിറ്റ് മനസ്സിലാക്കാൻ. ഇനി നമുക്ക് വേരിയബിൾ സ്പീഡ് എയർ കണ്ടീഷണറിന്റെ ഇൻവെർട്ടർ ACs കൺട്രോൾ സർക്യൂട്ട് പരിശോധിക്കുന്നതിന് ആവശ്യമായ ടൂളുകൾ, എക്യുപ്മെന്റുകൾ കൂടാതെ കൺസ്യൂമബിളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടൂൾസ്, എക്യുപ്മെന്റ്സ് ആൻഡ് കൺസ്യൂമബിളുകൾ: ട്രെയിനീസ് കിറ്റ്, ക്ലാമ്പ് മീറ്റർ, കട്ടിംഗ് പ്ലയർ, സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റ് ലാമ്പ്, വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ, നൈഫ്, ഇൻവെർട്ടർ AC 1.5 ടൺ. ഇനി നമുക്ക് വേരിയബിൾ സ്പീഡ് എയർ കണ്ടീഷണറുകളുടെ ഇൻവെർട്ടർ ACകൾ കൺട്രോൾ സർക്യൂട്ട് പരിശോധിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻവെർട്ടർ എയർ കണ്ടീഷണറുകളുടെ പൊതുവെയുള്ള ചില കോമ്പണന്റുകളുടെ അവലോകനം. ഒരു ഇൻവെർട്ടർ എയർ കണ്ടീഷണറിന്റെ സർക്യൂട്ടിൽ അതിന്റെ യൂണിറ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ അതിന്റെ പല കോമ്പണന്റുകളും കൂടാതെ എലിമെന്റുകളും ഒരുമിച്ച് പ്രവർത്തിക്കും. ഇവിടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യതയുള്ള ഇൻവെർട്ടർ എയർ കണ്ടീഷണറുകളുടെ ചില കോമൺ കോമ്പണന്റുകളുടെ അവലോകനമാണ്. കൺട്രോൾ ബോർഡ് എയർ കണ്ടീഷണറിന്റെ തലച്ചോറാണ്. പല പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുകയും മറ്റു കോമ്പണന്റുകളുമായി സെൻസർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻവെർട്ടർ ബോർഡ് ഓപ്റ്റിമൽ കംഫർട്ടിനും എനർജി എഫിഷ്യൻസിക്കും വേണ്ടി കംപ്രസർ സ്പീഡും മറ്റും സെറ്റിംഗുകളും അഡ്ജസ്റ്റ് ചെയ്യും. ഇൻവെർട്ടർ എയർ കണ്ടീഷണറുകൾ വേരിയബിൾ സ്പീഡ് കംപ്രസറുകൾ ഉപയോഗിക്കും. കൂളിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് നീഡുകൾക്കനുസരിച്ച് കൺട്രോൾ സർക്യൂട്ട് കംപ്രസറിന്റെ സ്പീഡ് കൈകാര്യം ചെയ്യും. കപ്പാസിറ്ററുകളും ഇൻഡക്ടറുകളുമാണ് ഇലക്ട്രിക്കൽ കറന്റിന്റെ ഫ്ലോ മാനേജ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന കോമ്പണന്റുകൾ. പ്രത്യേകിച്ചും കംപ്രസറിലും മറ്റ് വൈറ്റൽ സർക്യൂട്ടുകളിലും. ട്രാൻസ്ഫോമറുകളാണ് സിസ്റ്റത്തിനു ഉള്ളിൽ തന്നെയുള്ള വോൾട്ടേജ് ലെവലുകൾ ഉയർത്താനും താഴ്ത്താനും ഉപയോഗിക്കുന്നത്. അത് കൺട്രോൾ ബോർഡിന്റെ പ്രവർത്തനവും വിവിധ കോമ്പണന്റുകൾക്കും അനുസരിച്ചുള്ള പവറും സുഗമമായി നൽകുന്നു. റിലേകൾ കൂടാതെ കോണ്ടാക്ടറുകളാണ് കംപ്രസർ, ഫാൻ മോട്ടോറുകൾ തുടങ്ങിയ വിവിധ കോമ്പണന്റുകളിലേക്കുള്ള ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചുകൾ. പവർ സപ്ലൈ യൂണിറ്റാണ് കൺട്രോൾ ബോർഡിലേക്കും മറ്റു കോമ്പണന്റുകളിലേക്കുമുള്ള പവർ സപ്ലൈ ചെയ്യുന്നത്. മിക്കവാറും സിസ്റ്റത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ വോൾട്ടേജ് ഔട്ട്പുട്ടുകൾ നൽകുന്നു. സർക്യൂട്ടിൽ ഇലക്ട്രിക്കൽ ഇന്റർഫറൻസ് ഒഴിവാക്കാനും വോൾട്ടേജ് ഫ്ലക്ച്വേഷനുകൾക്കോ അല്ലെങ്കിൽ സർജുകൾക്കോ എതിരെ സംരക്ഷണം നൽകാൻ ഫിൽട്ടറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. കൺട്രോൾ സർക്യൂട്ട് ഉപഭോക്താക്കളെ ടെമ്പറേച്ചറുകൾ, മോഡുകൾ കൂടാതെ മറ്റു സെറ്റിംഗുകളും സെറ്റ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ഡിസ്പ്ലേ പാനലും യൂസർ ഇന്റർഫേസും കൈകാര്യം ചെയ്യുന്നു.
വിവിധ വയറുകളും കണക്ടറുകളും സിസ്റ്റത്തിൽ ഉടനീളം സിഗ്നലുകളും പവറും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് ഈ കോമ്പണന്റുകളെ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് വേരിയബിൾ സ്പീഡ് എയർ കണ്ടീഷണറുകളുടെ ഇൻവെർട്ടർ എസികളുടെ കൺട്രോൾ സർക്യൂട്ട് പരിശോധിക്കുന്നതിനുള്ള പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 1. ഇൻവെർട്ടർ AC ഔട്ട്ഡോർ യൂണിറ്റിന്റെ കൺട്രോൾ സർക്യൂട്ട് പരിശോധിക്കുക. ഒരു ഇൻവെർട്ടർ എയർ കണ്ടീഷനിംഗ് ഔട്ട്ഡോർ യൂണിറ്റ് പരിശോധിക്കുന്നതിൽ ശരിയായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനായി ഇലക്ട്രിക്കൽ കോമ്പണന്റുകൾ കൂടാതെ കണക്ഷനുകൾ പരിശോധിക്കുന്നതും ഉൾപ്പെടുത്തുന്നു. ഇതിൽ വയറിംഗ്, കൺട്രോൾ ബോർഡുകൾ, സെൻസറുകൾ, കപ്പാസിറ്ററുകൾ, റിലേകൾ കൂടാതെ കംപ്രസർ എന്നിവയിൽ യൂണിറ്റിന്റെ ഓപ്പറേഷനെ ബാധിക്കുന്ന എന്തെങ്കിലും ഡാമേജ്, ലൂസ് കണക്ഷനുകൾ അല്ലെങ്കിൽ മാൽ ഫംഗ്ഷൻ എന്നിവയുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് വിലയിരുത്തുന്നതും ഉൾപ്പെടുത്തുന്നു. വോൾട്ടേജ് ലെവലുകളിലും കോമ്പണന്റുകളിലും ആകമാനമുള്ള കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്നതും കൺട്രോൾ സർക്യൂട്ടിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമാണ്. ടാസ്ക് 2. ഇൻവെർട്ടർ AC ഇൻഡോർ യൂണിറ്റിന്റെ കൺട്രോൾ സർക്യൂട്ട് പരിശോധിക്കൽ. ഒരു ഇൻവെർട്ടർ എയർ കണ്ടീഷനിംഗ് ഇൻഡോർ യൂണിറ്റ് പരിശോധിക്കുന്നതിൽ ശരിയായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനായി വിവിധ ഇലക്ട്രിക്കൽ എലമെന്റുകൾ കൂടാതെ കണക്ഷനുകൾ എന്നിവ പരിശോധിക്കുന്നതും ഉൾപ്പെടുത്തുന്നു. ഇതിൽ വയറിംഗ്, കൺട്രോൾ ബോർഡുകൾ, സെൻസറുകൾ, ഇൻഡോർ ഫാൻ മോട്ടോർ, തെർമിസ്റ്റുകൾ കൂടാതെ മറ്റു ഭാഗങ്ങൾ എന്നിവയിൽ യൂണിറ്റിന്റെ ഓപ്പറേഷനുകളെ ബാധിക്കുന്ന എന്തെങ്കിലും ഡാമേജ്, ലൂസ് കണക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നിവയുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതും ഉൾപ്പെടുത്തുന്നു. ഇൻഡോർ യൂണിറ്റിന്റെ കൺട്രോൾ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തി പരിഹരിക്കേണ്ടത് കോമ്പണന്റുകളിലെ വോൾട്ടേജ് ലെവൽ, കണ്ടിന്യൂറ്റി കൂടാതെ സിഗ്നലുകൾ എന്നിവ ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റീക്യാപ്പ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇവയെക്കുറിച്ചെല്ലാം അറിഞ്ഞു. ഇൻവെർട്ടർ എയർ കണ്ടീഷനിങ്ങിന്റെ ചില കോമൺ കോമ്പണന്റുകൾ അവലോകനം ചെയ്യാൻ, ഇൻവെർട്ടർ എയർ കണ്ടീഷനിങ്ങിന്റെ കൺട്രോൾ സർക്യൂട്ട് പരിശോധിക്കാൻ, ഇൻവെർട്ടർ എയർ കണ്ടീഷനിങ്ങിന്റെ ഔട്ട്ഡോർ യൂണിറ്റ്, ഇൻവെർട്ടർ എയർ കണ്ടീഷനിങ്ങിന്റെ ഇൻഡോർ യൂണിറ്റ്. നിങ്ങൾക്കെല്ലാവർക്കും വേരിയബിൾ സ്പീഡ് എയർ കണ്ടീഷണറുകളുടെ ഇൻവെർട്ടർ AC കൺട്രോൾ സർക്യൂട്ട് പരിശോധിക്കുന്നതിനുള്ള പ്രോസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ബൈ.